Dear friends, I am M.A. Rashid, consultant psychologist. Hello dears, welcome to today's presentation on phobias. Phobias are an intense, irrational fear that can significantly impact our daily lives. ഇന്ന് ഫോബിയാസ് അതായത് ന്യൂറോട്ടിക് ഡിസോർഡറിൽ പെടുന്ന ഭയങ്ങൾ അതായത് ഫോബിയാസ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ദൈനംദിന ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന തീവ്രവും യുക്തിരഹിതവുമായ ഭയങ്ങളാണ് ഫോബിയകൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ്? കോസസ് ആൻഡ് സിംറ്റംസ്, അതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും, അവ എങ്ങനെയൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഉള്ളത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വാട്ട് ആർ ഫോബിയാസ്? എന്താണ് ഫോബിയാസ് എന്ന് പറയുന്നത്? A phobia is an excessive, persistent fear of a specific object, situation, or activity. It's more just, it's more than just being afraid. It's a fear that interferes with daily life. ഒരു പ്രത്യേക വസ്തുവിനെയോ സാഹചര്യത്തെയോ പ്രവർത്തനത്തെയോ കുറിച്ചുള്ള അമിതവും സ്ഥിരവുമായൊരു ഭയമാണ് ഫോബിയ എന്ന് പറയുന്നത്. ഇത് ദൈനംദിന ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മുടെ ബന്ധങ്ങള്, നമ്മുടെ വെൽനസ്, ക്ഷേമം, ജോലി, ഇതിനൊക്കെ കാര്യമായിട്ട് ഇത് ബാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് ഫോബിയാസ് എന്ന് പറയുന്നത്? ടൈപ്സ് ഓഫ് ഫോബിയാസ്. ചിലന്തികളോടുള്ള ഭയം, സ്പൈഡറിനോടുള്ള ഫിയർ, അതിനെ അരക്നോഫോബിയ എന്നാണ് പറയുന്നത്. ഉയരങ്ങളിൽ കയറാനുള്ള ഭയം, അതിനെ അക്രോഫോബിയ എന്ന് പറയുന്നു. പൊതുസ്ഥലങ്ങള്, ആൾക്കൂട്ടങ്ങള്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാനും സംസാരിക്കാനൊക്കെ ഉള്ള ഭയത്തിന് സോഷ്യോഫോബിയ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിരവധി ഫോബിയകളുണ്ട്. അതിലൊന്നാണ് ആൾക്കൂട്ടത്തിലോ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലോ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴുള്ള ഭയം. അതിന് അഗോറാഫോബിയ എന്നാണ് പറയുന്നത്. ഇതുപോലെ പല വസ്തുക്കളോടും ഒരുപാട് തരത്തിലുള്ള ഫോബിയാസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ കൂടുതൽ സമയമില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ കാരണങ്ങൾ എന്താണ്, സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജനിതക ഘടകങ്ങളായിട്ടുള്ള പാരമ്പര്യമായിട്ടും ചിലപ്പോൾ ചില പേടികൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് ചില ആളുകൾക്ക് ചില പേടികൾ ഉണ്ടായി വരാറുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മാനസികമായ ഘടകങ്ങൾ, ഇത്തരത്തിലുള്ള ഈ ഭയങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പം എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം. ആങ്ഷൈറ്റി ഉണ്ടാവും, ഭയങ്കരമായ ഉത്കണ്ഠ ഉണ്ടാവും. അത്തരം സിറ്റുവേഷനുകളിൽ പെടുമ്പോഴും അത്തരം സാഹചര്യങ്ങളിൽ എത്തിപ്പെടുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ആങ്ഷൈറ്റി ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ പാനിക് അറ്റാക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഭയങ്കരമായ എന്തൊക്കെയോ പ്രയാസങ്ങൾ വരിക, ആളാകെ തളർന്നു പോവുക, അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവോയ്ഡന്റ് ബിഹേവിയർ, നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് വരാൻ പറ്റില്ല, അങ്ങനെയുള്ള ആളുകൾ ആ ഭാഗത്തേക്ക് തന്നെ പോവില്ല. അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പോലും അവർക്ക് പേടിയാണ്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇനി ഇതിന്റെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഉള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് റാപ്പിഡ് ഹേർട്ട് ബീറ്റ്. ഹൃദയം ഇങ്ങനെ പിടിക്കുക ഭയങ്കര ശക്തിയിൽ, പെട്ടെന്നുള്ള ഹൃദയമിടിപ്പ്, അതുപോലെ സ്വെറ്റിങ്, വിയർക്കുക. ഇതൊക്കെ ചിലപ്പോൾ മറ്റു രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടൊക്കെ തോന്നുമെങ്കിലും അതിനൊക്കെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാം, എന്തൊക്കെ എന്നാൽ ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കാണിക്കുകയാണ് വേണ്ടത്. ഇതിന്റെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അത് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. നമുക്ക് പേടിയുള്ള ഒരു സ്ഥലം, നമുക്കൊരു എട്ടുകാലിയാണ് പേടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയാണ് പേടിയെങ്കിൽ ആ ജീവിയെ ശരിക്കും കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക് മെല്ലെ കൊണ്ടുപോയിട്ട് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് ഒരു കുഴപ്പമില്ല, ഇതല്ല പ്രശ്നം എന്നൊക്കെ. അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ചില CBT ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നമ്മളെ സ്വഭാവം, ആ ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ നമ്മളെ കോഗ്നിറ്റീവ് റീവയറിങ് രൂപത്തിലുള്ള ചികിത്സകളുണ്ട്. അതുപോലെ തന്നെ റിലാക്സ് തെറാപ്പി ഉണ്ട്. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രാറ്റജീസ് എന്നുള്ളൊരു മാർഗമാണ്. നമ്മൾ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാനും അതിനോട് പൊരുത്തപ്പെടാനുമുള്ള ഒരു കാര്യം പരിശീലിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഇത്തരം ഫോബിയകളെ മാറ്റിയെടുക്കാം. ഇത്തരം ഫോബിയകളുള്ള ആളുകൾ അത് കൂടുതൽ പ്രയാസപ്പെടുത്താതെ ഇത്തരത്തിലുള്ള സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ അതുപോലെ
ഹെൽത്ത് പേഴ്സൺസിൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയിട്ട് ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഇത്തരം അവബോധം ഉണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കതിനെ സ്വയം മാനേജ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായും ചികിത്സിക്കാവുന്നതാണ്, മാറ്റാവുന്നതാണ് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം ഫോബിയകളുള്ള ആളുകളെ അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.